ഗ്ലാമറും വിവാദവും നിറഞ്ഞ ഒരു യുഗമായിരുന്നു മലയാള സിനിമയുടെ ഒരു കാലഘട്ടം. സാധാരണ സിനിമയേക്കാൾ ബി ഗ്രേഡ് സിനിമകൾ തിയേറ്ററുകളിൽ വാണിരുന്ന കാലം. ഈ പേരുകൾ കേട്ടാൽ ആ കാലം തന്നെ മനസ്സിലേക്ക് തിരിച്ചു വരും. ഷക്കീല, സിൽക്ക് സ്മിത, രേഷ്മ, ഒരു സമയത്ത് തിയേറ്ററുകൾ നിറഞ്ഞു നിന്നിരുന്ന ആ പേരുകൾ. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇവരെ അത്രയ്ക്ക് അധികം അറിയില്ല. പക്ഷേ ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട മുഖങ്ങളായിരുന്നു ഇവർ. വാർത്തകളിലും പോസ്റ്ററുകളിലും പിന്നെ തിയേറ്ററിന് മുന്നിലെ തിരക്കിലും. ഈ വീഡിയോയിലുള്ള അവസാനത്തെ പേര് കേട്ടാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. അവരുടെ പ്രായം മാത്രമല്ല, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ പേരുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ആക്ട്രസ് ആരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ലിസ്റ്റിൽ നിന്ന് പേര് കേട്ടാൽ തന്നെ തിയേറ്റർ കാലം ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ ആദ്യമായി കണ്ട ബി ഗ്രേഡ് സിനിമ ഏതാണ്? അത് ഏത് ആക്ട്രസിൻ്റേതാണ്? ഇവരിൽ പലരും മെയിൻ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇവരിൽ ആരെയെങ്കിലും ബിഗ് സ്ക്രീനിൽ കണ്ട ഓർമ്മ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ പേര് ഒന്ന് കമൻറ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ടുള്ളത് റോഷിനിയാണ്. റോഷിനിയുടെ ഇപ്പോഴത്തെ പ്രായം 46. അടുത്തത് ഉമാ മഹേശ്വരിയാണ്. ഉമാ മഹേശ്വരിയുടെ ഇപ്പോഴത്തെ പ്രായം 48. അടുത്തത് കുംതാജ് ആണ്. കുംതാജിൻ്റെ ഇപ്പോഴത്തെ പ്രായം 49. അടുത്തത് ശില്പയാണ്. ശില്പയുടെ ഇപ്പോഴത്തെ പ്രായം 47. അടുത്തത് വാഹിനിയാണ്. വാഹിനിയുടെ ഇപ്പോഴത്തെ പ്രായം 44. അടുത്തത് ഭാവനയാണ്. ഭാവനയുടെ ഇപ്പോഴത്തെ പ്രായം 45. അടുത്തത് ഹരിതയാണ്. ഹരിതയുടെ ഇപ്പോഴത്തെ പ്രായം 46. അടുത്തത് രമ്യാശ്രീയാണ്. രമ്യാശ്രീയുടെ ഇപ്പോഴത്തെ പ്രായം 55. അടുത്തത് മുമൈദ് ഖാൻ ആണ്. മുമൈദ് ഖാൻ്റെ ഇപ്പോഴത്തെ പ്രായം 43. അടുത്തത് വഹീദയാണ്. വഹീദയുടെ ഇപ്പോഴത്തെ പ്രായം 38. അടുത്തത് അരുണയാണ്. അരുണയുടെ ഇപ്പോഴത്തെ പ്രായം 42. അടുത്തത് വിചിത്രയാണ്. വിചിത്രയുടെ ഇപ്പോഴത്തെ പ്രായം 49. അടുത്തത് അഭിലാഷയാണ്. അഭിലാഷയുടെ ഇപ്പോഴത്തെ പ്രായം 55. അടുത്തത് പ്രതിഭയാണ്. പ്രതിഭയുടെ ഇപ്പോഴത്തെ പ്രായം 47. അടുത്തത് ജയലളിതയാണ്. ജയലളിതയുടെ ഇപ്പോഴത്തെ പ്രായം 49. അടുത്തത് മല്ലികയാണ്. മല്ലികയുടെ ഇപ്പോഴത്തെ പ്രായം 44. അടുത്തത് ജെന്നിഫറാണ്. ജെന്നിഫറിൻ്റെ ഇപ്പോഴത്തെ പ്രായം 46. അടുത്തത് മിനു കുര്യനാണ്. മിനു കുര്യൻ്റെ ഇപ്പോഴത്തെ പ്രായം 52. അപ്പോൾ ഇതുവരെ പറഞ്ഞ പേരുകളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും ഞെട്ടിച്ചത്? ഇവരിൽ ചിലരുടെ പ്രായം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നില്ലേ? ഈ ലിസ്റ്റിൽ ഒരാളെ നിങ്ങൾ മറന്നുപോയിരുന്നോ? ഇവരിൽ ആരെയെങ്കിലും ഇന്ന് സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് ഒരു ആക്ട്രസിനെ കംബാക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തത് സ്വാതി നായിഡു ആണ്. സ്വാതി നായിഡുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 38. അടുത്തത് ജയവാണിയാണ്. ജയവാണിയുടെ ഇപ്പോഴത്തെ പ്രായം 46 ആണ്.
അടുത്തത് അപൂർവയാണ്. അപൂർവയുടെ ഇപ്പോഴത്തെ പ്രായം 47. അടുത്തത് ഭുവനേശ്വരിയാണ്. ഭുവനേശ്വരിയുടെ ഇപ്പോഴത്തെ പ്രായം 48. അടുത്തത് ഷർമിളിയാണ്. ഷർമിളിയുടെ ഇപ്പോഴത്തെ പ്രായം 51. അടുത്തത് ദേവികയാണ്. ദേവികയുടെ ഇപ്പോഴത്തെ പ്രായം 46. അടുത്തത് സിന്ധുവാണ്. സിന്ധുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 43. അടുത്തത് ഹേമയാണ്. ഹേമയുടെ ഇപ്പോഴത്തെ പ്രായം 49. അടുത്തത് സജിനിയാണ്. സജിനിയുടെ ഇപ്പോഴത്തെ പ്രായം 49. അടുത്തത് സ്വാതി വർമ്മയാണ്. സ്വാതി വർമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 44. അടുത്തത് ബാബിലോണയാണ്. ബാബിലോണയുടെ ഇപ്പോഴത്തെ പ്രായം 52. അടുത്തത് സോന ഹെയ്ഡൻ ആണ്. സോന ഹെയ്ഡൻ്റെ ഇപ്പോഴത്തെ പ്രായം 47. അടുത്തത് സിൽക്ക് സ്മിതയാണ്. സിൽക്ക് സ്മിത 36-ാമത്തെ വയസ്സിൽ 1996-ൽ അന്തരിച്ചു. അടുത്തത് മരിയയാണ്. മരിയയുടെ ഇപ്പോഴത്തെ പ്രായം 50. അടുത്തത് രേഷ്മയാണ്. രേഷ്മയുടെ ഇപ്പോഴത്തെ പ്രായം 48. അടുത്തത് ഷക്കീലയാണ്. ഷക്കീലയുടെ ഇപ്പോഴത്തെ പ്രായം 53. അപ്പോൾ ഇതൊക്കെയാണ് ബി ഗ്രേഡ് ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ പഴയ നടികളെന്ന് പറയുന്നത്. ഇവരിൽ ഇന്നും സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ സജീവമായിട്ടുള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കാലത്ത് തിയേറ്ററുകൾ നിറച്ച ഈ നടിമാർ ഇന്ന് പലരും മറ്റൊരു ജീവിതത്തിലേക്കാണ് മാറിയത്. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ ഏറ്റവും ഇമോഷണലി ടച്ച് ചെയ്ത പേര് ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കാലത്ത് തിയേറ്ററുകൾ നിറച്ച ഇവരെ ഇന്ന് ആളുകൾ മറന്നുപോയില്ലേ? ഇവരിൽ ഒരാളെക്കുറിച്ച് പ്രത്യേക ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ആക്ട്രസ് ഈ ലിസ്റ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.